നിങ്ങളിപ്പോൾ എന്തിനെങ്കിലും ഭയക്കുന്നുണ്ടോ? ജോലിയെക്കുറിച്ചോ, ആരോഗ്യത്തെക്കുറിച്ചോ, നാളെയെക്കുറിച്ചോ? നിങ്ങൾ തനിച്ചല്ല. 2000 വർഷം മുമ്പ് ജയിലും പട്ടിണിയും മരണവും മുമ്പിൽ കണ്ട ഒരു സഭയോട് യേശു ഇതേ ഭയത്തെക്കുറിച്ച് സംസാരിച്ചു. യേശു അവരോട് പറഞ്ഞു, നീ സഹിക്കാൻ പോകുന്നതൊന്നും ഭയക്കേണ്ട. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വാക്കല്ല. ഒന്നും സംഭവിക്കില്ല എന്നല്ല യേശു പറയുന്നത്. ചില കഷ്ടതകൾ ഇനിയും വരാനുണ്ട് എന്ന് അവിടുന്ന് മറച്ചു വെക്കുന്നുമില്ല. ഇത് പറയുന്നത് സ്മിർന എന്ന സഭയോടാണ്. ഇന്നത്തെ തുർക്കിയിലെ ഇസ്മിർ നഗരം. ഈ സ്മിർന എന്ന സഭയോടുള്ള സന്ദേശം നമുക്ക് വെളിപാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ കാണാവുന്നതാണ്. അവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് ജീവിതം എളുപ്പമായിരുന്നില്ല. അവരെ ജയിലിൽ അടച്ചു, അവരുടെ സ്വത്ത് പിടിച്ചെടുത്തു, അവർക്കെതിരെ കള്ളം പറഞ്ഞു, ചിലരെയാണെങ്കിൽ കൊന്നും കളഞ്ഞു. അതുകൊണ്ട് അവർക്ക് ഭയക്കാൻ ശരിക്കും കാരണങ്ങളുണ്ടായിരുന്നു. ജയിൽ യാഥാർത്ഥ്യമായിരുന്നു, പട്ടിണി യാഥാർത്ഥ്യമായിരുന്നു, മരണം യാഥാർത്ഥ്യമായിരുന്നു. അവർക്ക് ഭയം തോന്നിയതിന് യേശു അവരെ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ആ ഭയം അവരെ നിയന്ത്രിക്കാൻ അനുവദിക്കരുതെന്നാണ് യേശു പറയുന്നത്. ഭയം നമ്മുടെ ജീവിതം നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ അത് അപകടമാണ്. നമ്മൾ എന്ത് പറയണം, എവിടെ നിൽക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഭയം തീരുമാനിക്കാൻ തുടങ്ങിയാൽ അത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. അതുകൊണ്ട് യേശു പറയുന്നു, ഭയക്കേണ്ട. അപകടമില്ലാത്തതുകൊണ്ടല്ല, ദൈവം നമ്മോട് കൂടെയുള്ളത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ എന്തിനെയെങ്കിലും ഭയക്കുന്നുണ്ടെങ്കിൽ ഓർക്കുക, ആരാണ് നിങ്ങളോടൊപ്പം ഉള്ളത്? ആരാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്? ലോകത്തെ ജയിച്ചവൻ യേശു. അവൻ തന്നെയാണ് നിങ്ങളോട് ഒപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.